കോതമംഗലം MA കോളേജിലെ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 2ാം വർഷ ബിടെക് വിദ്യാർത്ഥി അരുണാചൽ പ്രദേശ് സ്വദേശി മിർച്ചി മാർപ്പുവാണ് മരിച്ചത്. കോഴിപ്പള്ളിയിലെ വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റാംഷാ CP കൂടുതൽ വിവരങ്ങൾ നൽകും. റാംഷാ, ഈ കോളേജും പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സമ്മർദ്ദമാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത്? എന്താണ് അറിയാൻ കഴിയുന്നത്? ആര്യ, കോതമംഗലം MA കോളേജിലെ 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അരുണാചൽ പ്രദേശ് സ്വദേശിയായ മിർച്ചി മാർപ്പുവിനെ ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദ്യാർത്ഥികൾ, അവരുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഇവിടെ ഇയർ ബാഗ് സിസ്റ്റം ഉണ്ട്. ഇതൊരു ഓട്ടോണമസ് കോളേജാണ്. ഈ MA കോളേജ് ഒരു ഓട്ടോണമസ് കോളേജാണ്. ഇവിടെ ഇയർ ബാഗ് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ ഭാഗമായി ഈ വിദ്യാർത്ഥി ഇയർ ബാഗ് വരും എന്ന പേടിയിലാണ് ഈ ആത്മഹത്യ ചെയ്യാൻ സാഹചര്യം ഉണ്ടായത് എന്നതാണ്. അതോടൊപ്പം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേര് ഒന്നാമത് പുറത്തുനിന്ന് പറഞ്ഞ പിള്ളേരെ കൊണ്ട് ഭാഷ അറിയാൻ പാടില്ല, ഇവർക്ക് ആൾക്കാരെ അറിയാൻ പാടില്ല. ഇവരെ ജസ്റ്റ് ലോക്കല് ഭാഷ അറിയാൻ ഒരു പിള്ളേരെ പോലും അകത്ത് കയറ്റാണ്ട് സ്റ്റേഷനിൽ പോലീസ് മാനേജ്മെന്റ് ഈ പറഞ്ഞ ഒറീസ എന്ന് പറയുന്നത് പിള്ളേരെ മാക്സിമം അവരെ ഫോഴ്സ് ചെയ്ത് എങ്ങനെയെങ്കിലും മൊഴി മാറ്റി ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ. ഞങ്ങൾ എത്രയും പിള്ളേർ കുറേ മണിക്കൂറായിട്ട് അവിടെ എഫേർട്ട് ഇട്ടുകൊണ്ട് മാത്രമാണ് ഇത് നിങ്ങൾക്ക് അറിയാനെങ്കിലും പറ്റണേ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സാധാരണ ഒരു സംഭവമായിട്ട് ഇത് ഒഴിവാക്കിയതുള്ളൂ. ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പാളിനടുത്ത് പല തവണ മാസങ്ങൾക്ക് മുമ്പ് വരെ റിട്ടേൺ റിക്വസ്റ്റും ഡയറക്റ്റ് പോയി റിക്വസ്റ്റ് ചെയ്തിട്ടും ഇവർക്ക് പുച്ഛമാണ്. ഇവർക്ക് ഇത് വിഷയമല്ല. ഇപ്പം ഞങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു സംഭവം ഒറ്റപ്പെട്ട സംഭവമായിട്ട് തള്ളിക്കളയും. ശരിക്കും പറഞ്ഞാൽ ഇത് പല പിള്ളേർക്കും ഇനിയും സംഭവിക്കാം. ഇപ്പം മരിച്ചു പോയാൽ പല പിള്ളേർ നിർത്തിപ്പോയവരുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന പല ആൾക്കാർ നിർത്തിപ്പോയവരുണ്ട് ഇയർ ബാക്ക് ആയതുകൊണ്ട് തന്നെ. ശരിക്കും പറഞ്ഞാൽ KTU ഈ പരിപാടി ഫുള്ളായിട്ട് എടുത്ത് കളഞ്ഞേക്കണേ. എടുത്ത് കളയണതിന് മുമ്പ് 18 ക്രെഡിറ്റ് മതിയായിരുന്നു. ഈ കോളേജ് കേരളത്തിലാകെ ഈ കോളേജ് മാത്രമേ ഈ പരിപാടി ഉള്ളൂ എന്ന് മാത്രമല്ല, ഈ കോളേജ് വെച്ചേക്കണ 22 ക്രെഡിറ്റ് ആണ്. എന്നാൽ ഇത് നിയമം ഇവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് തീരുമാനിക്കാം. ഇവർ ഓട്ടോണമസ് ആണ്. ഞങ്ങൾ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് വർത്താനം പറയാം. ഇവർ പറഞ്ഞാൽ ഞങ്ങൾ ഓട്ടോണമസ് ആണ്, ഞങ്ങൾക്ക് തീരുമാനിക്കാം. എന്നാൽ തീരുമാനിച്ചോ, മാന്യമായ രീതിയിൽ തീരുമാനിക്കുക. പിള്ളേരെ മെൻ്റൽ ഹെൽത്തിന് ഒരു ഇത് കൊടുക്കുക, കൺസിഡറേഷൻ കൊടുക്കുക. മനസ്സിലായി? ഇവർ കൺസിഡറേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇയർ ബാക്കായ കൊച്ചിൻ്റെ പാരൻറ്റ് എവിടുത്തെ സാറിനെ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി, എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് പോവുക. ഒരു എക്സ്പ്ലനേഷനോ ഒരു ഒഫീഷ്യൽ മെസ്സേജോ ഒന്നുമില്ല. ഇവർക്ക് പാരൻസ് ഗ്രൂപ്പൊക്കെ എല്ലാ ക്ലാസ്സിലും ഉണ്ട്. അതിൽ ചെറിയ പരീക്ഷ വരുമ്പോൾ ഒരു മെസ്സേജ് കൊടുക്കണേ, ഇവർ കൊടുത്തിട്ടില്ല. പിന്നെ ഈ കോളേജ് ഇപ്പോൾ ഞങ്ങൾ കയറ്റുവാണെങ്കിൽ കൂടെ ഇവർ ഓട്ടോണമസ് ബാച്ചിന് ശരിക്കും പറഞ്ഞാൽ ഫുള്ളി അവർ ഭരിക്കുകയാണ്. പിള്ളേർക്ക് ഒരു കാര്യം ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം അവർ കൊടുക്കുന്നില്ല. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവരെ പേഴ്സണലി പാരൻസിനെ വിളിച്ചു വരുന്ന അവൻ്റെ വീട് കോഴിക്കോട് എവിടെ ആയിക്കോട്ടെ, അവിടുന്ന് പാരൻസ് എവിടെ വരണം, എന്നിട്ട് കാര്യങ്ങൾ സൊല്യൂഷൻ ഉള്ളൂ. എന്ത് പറഞ്ഞാൽ നീ പാരൻസിനെ വിളിച്ചോ, നീ ക്ലാസ്സിൽ കയറണ്ട, നിന്റെ അറ്റൻഡൻസ് കട്ട് ചെയ്യും. ചുമ്മാ എന്ത് പറഞ്ഞാൽ അറ്റൻഡൻസ് കട്ട് ചെയ്യുക, മാർക്ക് കട്ട് ചെയ്യുക. ഇവർക്ക് അതിനുള്ള ഫുൾ അധികാരമുണ്ട്, ഫുൾ മാർക്ക് കട്ട് ചെയ്യുക. പിന്നെ ഇവർ കോളേജ് ഒരു പ്രത്യേക പരിപാടി ഇറക്കണ്ടേ, ഇംപ്രൂവ്മെന്റ് എക്സാം, സപ്ലൈ അല്ല ഇംപ്രൂവ്മെന്റ് എക്സാം. സെയിം സെമ്മിന് അടുത്ത സെമ്മിൻ്റെ തുടക്കം തന്നെ കഴിഞ്ഞ സെമ്മിൽ പരീക്ഷ പൊട്ടിയാൽ എഴുതാൻ പറ്റും. അതിന് ഇവർ ചാർജ് ചെയ്യുന്ന ഫീസ് തിയറി പേപ്പറിന് 6000 രൂപ, ഒരു തിയറി പേപ്പറിന് 6000 രൂപ, ലാബിന് 9000 രൂപ ഒരു പേപ്പറിന്. ഇവർ അത് കൂടാണ്ട് 10 ലക്ഷം 15 ലക്ഷം രൂപ മാനേജ്മെന്റ് അടിക്കണം. എന്തും ആയിക്കോട്ടെ, ഇവർക്ക് നിയമം ഉണ്ടാക്കാം, ഓക്കെ, മാന്യമായ രീതിയിൽ നിയമം ഉണ്ടാക്കാം. പിള്ളേരെയും കൂടെ കൺസിഡർ ചെയ്യുക, അവരുടെ മെന്റൽ ഹെൽത്തിനെ കൺസിഡർ ചെയ്യുക. ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞങ്ങൾ കാണാനുള്ള. ഇനിയും ഇത് സംഭവിക്കാന്നുള്ളൂ. ഇത് സംഭവിച്ചിട്ട് പല പിള്ളേരും പഠിത്തം തന്നെ നിർത്തി പോകുന്നുണ്ട് ഈ ഒറ്റ കാരണം കൊണ്ട്. പിന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഈ നിലയിൽ വലിയ സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ടോ വിദ്യാർത്ഥികൾക്ക്? അതെ, അധ്യാപകരുടെ ഭാഗത്തു നിന്ന് വിദ്യാർത്ഥികൾ ഇതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും അറ്റൻഡൻസ് കട്ട് ചെയ്യുക, ഇന്റേണൽ മാർക്ക് കുറയ്ക്കുക. ശരിക്കും KTU ആയിരുന്നപ്പോൾ തന്നെ കുറേ അക്കാഡമിക് സ്ട്രെസ് ഉള്ളതാണ് വിദ്യാർത്ഥികൾക്ക്. ഇപ്പോൾ ഓട്ടോണോമസ് ആയിപ്പോൾ അത് കുറച്ചും കൂടി കൂടിയെന്നല്ലാണ്ട് മിക്ക വിദ്യാർത്ഥികളും ഓട്ടോണോമസ് ആകുമ്പോൾ സിലബസ് കുറയും അതും പറഞ്ഞുകൊണ്ടാണ് ഓട്ടോണോമസ് കോളേജുകൾ സാധാരണ കയറാറ്. എന്നാൽ ഇവിടെ കയറിയപ്പോൾ ഇയർ ബാക്കിൻ്റെ വിഷയം വന്നു, എക്സാമിൻ്റെ വിഷയം വന്നു. 6000 രൂപ 9000 രൂപയ്ക്കാണ് ചെയ്തത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് പ്രതികാര നടപടികൾ ഒക്കെ ഉണ്ടാകാറുണ്ടോ? എന്തെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ അതിലൊരു പ്രതികാര നടപടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇപ്പോൾ ഈ മരിച്ച കുട്ടി ഉൾപ്പെടെ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായതായി ശ്രദ്ധയിലുണ്ടോ? നല്ല ഭയമുണ്ട്. അതാണ് ഞങ്ങളെല്ലാം മാസ്ക് ഇട്ടിരിക്കണേ. ഞങ്ങൾക്ക് ഇടയിൽ ചിലപ്പോൾ ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മാസ്ക് ഇട്ടിരിക്കണേ. ശരിക്കും പറഞ്ഞാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ ചുമ്മാ ചുമ്മാ ഭരണമാണ്. കാര്യം പറഞ്ഞാൽ ഓട്ടോണമസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ പവർ ഇവരുടെയിലാണ്. കാര്യം ഇതിൽ മാനേജ്മെന്റ് ഭയങ്കര പ്രശ്നം. ഇതിനു മുമ്പ് എവിടെ H1 ആണ് പല പനികളും റിപ്പീറ്റഡ്ലി പറഞ്ഞ ഇവർ അതിൻ്റെ ഒരു സീരിയസ് ആയിട്ട് ആക്ഷൻ എടുക്കില്ല. ഞങ്ങൾ കുറേ എഫേർട്ട് ഇട്ട് പല ആൾക്കാരും വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് ഇവർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം. ഇപ്പോൾ വെള്ളത്തിലെ കുറേ ക്ലോറിൻ കലക്കി വെച്ചിട്ടുണ്ട്. അല്ല, അതിനു മുമ്പ് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം. ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് വരെ പനി വന്നാലും ഇവർ ഒരു കൺസിഡറേഷനും ഇല്ല. ഇവർ ചുമ്മാ ഒരു പുച്ഛമാണ് എല്ലാത്തിനോടും. ഇപ്പോൾ ഇത് തന്നെ ഞാൻ സീരിയസ്ലി പറയാം,
ഇത് ഞങ്ങളവിടെ പറഞ്ഞില്ലെങ്കിൽ ഇത് ചുമ്മാ ആരും അറിയാത്ത ഇപ്പോഴും മരിച്ചു എന്നുള്ള രീതിയിൽ കോളേജിൻ്റെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല. ഒഫീഷ്യലി വന്നില്ല, ഞങ്ങൾ കുറേ മെസ്സേജ് അടിച്ചിട്ടു എന്നല്ലാണ്ട് ഇപ്പോഴും ഈ കൊച്ചു മരിച്ചു ഇത് ഇന്ന കാരണമാണ് സൂയിസൈഡ് എന്ന ഒരു മെസ്സേജും വന്നിട്ടില്ല. ഇവർക്ക് മെസ്സേജ് അയക്കാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട്, ഇവരിട്ടിട്ടില്ല, ഇവരത് ആക്ഷൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. മിർച്ചി മാർപ്പുവിന്റെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ കൂടെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അപ്പോൾ എങ്ങനെയാ ഇവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഈ ഇയർ ബാക്ക് വന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു? മിർച്ചി മാർപ്പിനെ ഞാൻ ലാസ്റ്റായിട്ട് കണ്ടത് ഒരു 2-3 ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു. അന്ന് വരെ അവന് ചെറിയൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റാണ് അവൻ. പക്ഷെ എന്നാലും നമ്മളെന്തെങ്കിലും പരിപാടിക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മാക്സിമം എല്ലാം പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ കണ്ടപ്പോൾ അവൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഈ കേറ്റിയുടെ ഇങ്ങനെ ഈ ഒരു വിഷയം വന്നു, ഇങ്ങനെ ചെയ്യാൻ പറ്റിയ ഇങ്ങനെ ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല, അതിൻ്റെ ഡിപ്രഷൻ. ക്ലാസ്സിൽ കയറാത്ത കുറേ ദിവസമായോ? ക്ലാസ്സിൽ ഒന്നര മാസത്തോളമായി ക്ലാസ്സിൽ കയറാണ്ട് അവൻ ഹോസ്റ്റലിൽ ഇരിക്കുന്നു. ഇതിനായിട്ടും വീട്ടുകാരെതിരായിട്ട് അറിയിച്ചിട്ടില്ല, വീട്ടുകാർ അറിഞ്ഞിട്ടുമില്ല ഇങ്ങനത്തെ ഒരു സംഭവത്തിനെ പറ്റി. നമ്മുടെ കോളേജിൻ്റെ ഫാക്കൾട്ടി ആരും ഇതിനായിട്ട് നമ്മളെ അറിയിക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുമില്ല. അപ്പോൾ അവൻ 2 മാസങ്ങൾക്ക് മുന്നേ വ്യക്തമായിട്ട് പ്രിൻസിപ്പളിന് ഈ വിഷയത്തെ തുടർന്ന് റിക്വസ്റ്റ് കൊടുത്തതാണ്. ആ വിഷയത്തിൽ പോലും ഒരു തീരുമാനം ഒരു കൗൺസിൽ കൂടി ഒന്നും തീരുമാനിക്കാത്ത പക്ഷമാണ് കാണിക്കാത്തവർ. വ്യക്തമായിട്ടുള്ള 2 മാസങ്ങൾക്ക് മുന്നേ തന്നെ ഈ വിഷയത്തിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. ഈ ഇയർ ഔട്ടായ വിദ്യാർത്ഥികളെല്ലാം അവരുടെ പേജും സൈനും ഉൾപ്പെടെ പോയി പ്രിൻസിപ്പളിനെ കണ്ടാണ്. എന്നിട്ട് പോലും ഈ ഒരു കൺസിഡറേഷൻ 22 എന്നുള്ള 21 കിടക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് പോലും കൺസിഡറേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് തുടർന്ന് പരീക്ഷ നടത്തി അവർക്ക് മുമ്പോട്ട് പോകാനുള്ള സ്ഥിതി പോലും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇയർ ഔട്ട് വേണേൽ ആയിക്കോട്ടെ, ഒരു കൊല്ലം കൊണ്ട് സപ്ലൈ ചെയ്ത് എടുക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. ഇവർ അവിടുന്ന് പറഞ്ഞേ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇവർക്ക് ലാംഗ്വേജ് പോലും അറിയാത്ത പിള്ളേർക്ക് അടുത്തത് എന്ത് ചെയ്യും, ഓക്കെ ഇയർ ബാക്ക് ഇനി എന്ത് ചെയ്യും, അവരതൊന്നും പറയാനുള്ള. അതാണ് ഒഫീഷ്യലി ഒരു മെസ്സേജും ഇല്ല. അടുത്ത് എന്ത് സ്റ്റെപ്പ് എന്ന് അവരെ ഹോപ്പ് നഷ്ടപ്പെട്ടു. അവിടുന്ന് എവിടെ വരെ പഠിച്ച് ലാംഗ്വേജ് അറിയില്ല, പ്രിൻസിപ്പാളിനെ കൊണ്ട പുച്ഛം. അങ്ങനെ പറഞ്ഞ പിള്ളേർ എന്ത് ചെയ്യും, അടുത്തത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കണ്ട. ഇയർ ബാക്ക് ആയിക്കോട്ടെ, എഴുതി എടുത്തോട്ടെ, പഠിക്കാത്ത ഓക്കെ, പക്ഷെ എന്നാൽ അടുത്ത് എന്ത് ചെയ്യുന്നുള്ളൊരു കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണ്ടേ. ഒരു കോളേജ് അങ്ങനെയല്ലേ ചെയ്യണ്ടേ? കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഇയർ ബാക്ക് ആയ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യണം, അടുത്തത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിലെ തേർഡ് ഇയറിൽ പോയി ഇരിക്കണമെന്നോ അങ്ങനെ ഒരു വിവരങ്ങളും കൊടുക്കാറില്ലേ? ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല. പിള്ളേരെ ജസ്റ്റ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാനല്ലാണ്ട് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഇൻസ്ട്രക്ഷനും വന്നിട്ടില്ല. ഇപ്പോഴും ഇപ്പോൾ വേണമെങ്കിൽ കോളേജിൽ പറയാം ഇവൻ ഇയർ ബാക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. കാരണം ഒഫീഷ്യലി ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഈ പിള്ളേർക്ക് അറിയാം അവർ ഇയർ ബാക്ക് ആയി, അവർ നേരിട്ട് പോയി വർത്താനം പറഞ്ഞേക്കണേ, അവരെ ക്ലാസ്സിൽ കയറ്റണമെന്നില്ല. ഈ വിഷയം വന്നതിന് ശേഷം പ്രിൻസിപ്പളുമായോ മാനേജ്മെന്റുമായോ ഒക്കെ സംസാരിക്കണ്ടേ? വെള്ളിയാഴ്ച വരെ സംസാരിച്ചതാണ്. ഈ വിദ്യാർത്ഥി മരിച്ചതിന് ശേഷം നിങ്ങൾ അവർ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തുള്ള അവര് പോലീസ് സ്റ്റേഷനിൽ കയറി. ഞങ്ങളെവിടെ പോയി എത്ര മണിക്കൂർ അവിടെ നിൽക്കണമെന്ന് അറിയോ? കുറേ പിള്ളേർ പോലീസിന് തൊട്ട് മുമ്പിൽ വന്നിട്ട് ഞങ്ങളെ പിള്ളേരിൽ നിന്ന് ഒരാളെ പോലും എന്ന് പറഞ്ഞാൽ ആ ഭാഷ അറിയാത്ത പിള്ളേരെയും മാനേജ്മെന്റും പോലീസുകാരും മാത്രം. ഒരു ഭാഷ അറിയുന്ന പിള്ളേരെ എവിടെയുള്ള മലയാളി പിള്ളേർ ഒരാളെ പോലും അകത്ത് കയറ്റിയിട്ടില്ല. ഞങ്ങൾ എവിടെ 100 കണക്കിന് പിള്ളേരുണ്ടായി. ഇപ്പം ഇത്രയും സമയം ആയതുകൊണ്ട് മാത്രമാണ് 100 കണക്കിന് ഫുൾ സ്റ്റേഷന് മുമ്പ് വെച്ച് ഫുൾ ആൾക്കാരായിരുന്നു. ഒരു കൊച്ചിനെ പോലും അകത്ത് കയറ്റില്ല. അകത്ത് എന്താ നടക്കണമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. എന്തൊക്കെ മൊഴിയെടുത്തു. ഈ കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഉണ്ടോ? കോളേജ് യൂണിയൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിഷയങ്ങളുമായിട്ട് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ അത് കേൾക്കാൻ പോലുള്ള തയ്യാറെടുക്കുന്നില്ല. ഒരു കൗൺസിലോട് തീരുമാനിക്കേണ്ട വിഷയങ്ങൾ പോലും അവർ മുമ്പോട്ട് വെക്കുന്നില്ല. അവർ പറയുന്നത് യൂണിയൻ ഭാരവാഹികളൊക്കെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പ്രിൻസിപ്പൾ ഉൾപ്പെടെ വന്നപ്പോൾ നിങ്ങളെ അകത്ത് കയറ്റിയില്ല. പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ അറിയിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഫർദർ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞുള്ളൂ. ഈ സ്റ്റേഷനിൽ പോയിട്ടാണ് ഇപ്പം CA ഉൾപ്പെടെയുള്ളതായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്നാണ് ഇപ്പോഴും പറയുന്നത്. ഈ വിഷയത്തെപ്പറ്റി മാനേജ്മെന്റ് ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. മരിച്ച വിദ്യാർത്ഥി അവിടെ ഒറ്റയ്ക്കാണോ ഈ റൂമിൽ താമസം? അല്ല, കൂടെ ആളും കൂടെ ഉണ്ടായിരുന്നു. ഈ സൂയിസൈഡ് നോട്ട് അവർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പോലീസ് വന്നപ്പോഴാണ് സൂയിസൈഡ് നോട്ട് എടുത്തതെന്നാണ് ഇപ്പം സ്റ്റേഷനിൽ പറഞ്ഞത്. അപ്പോൾ അതാണ് സൂയിസൈഡ് നോട്ട് കിട്ടിയിട്ടുണ്ട്, അതിൽ കൃത്യമായി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് CI അല്പം മുമ്പ് നമ്മളോടും സംസാരിച്ചത്. പ്രിൻസിപ്പളിനെയും നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹവും പറഞ്ഞത് ഇങ്ങനെ ഇയർ ബാക്ക് ഉണ്ട്, ഇയർ ബാക്ക് സിസ്റ്റം ഇവിടെ കോളേജിലുണ്ട്, ഈ വിദ്യാർത്ഥി ഇയർ ബാക്ക് ഉള്ള ആളാണ്, അതുകൊണ്ടാകാം എന്ന നിലയിൽ ഒക്കെ പറയുന്നുണ്ട് എന്നൊക്കെയാണ് നേരത്തെ പ്രിൻസിപ്പളിനെ വിളിച്ചപ്പോൾ പ്രിൻസിപ്പളും നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ പറഞ്ഞത് നമ്മൾ കേട്ടു. ഈ ക്യാമ്പസിൽ വലിയ നിലയിൽ ഇങ്ങനെ വിദ്യാർത്ഥികളെ ഒരു ചൂഷണം ചെയ്യുന്ന നിലയിൽ അവരുടെ മാനസികമായി അവരെ സമ്മർദ്ദത്തിലാക്കുന്ന നിലയിലുള്ള കാര്യങ്ങളുണ്ട് എന്നതാണ് ആര്യ ഈ വിദ്യാർത്ഥികളും നമ്മളോട് പറയുന്നത്. KTUവിൽ നേരത്തെ തന്നെ ഇയർ ബാക്ക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ തന്നെ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം KTUയുടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന ആ ഇയർ ബാക്ക് സിസ്റ്റം
അത് വേണ്ട എന്ന് വെക്കുന്ന സാഹചര്യവും ഉണ്ടായതാണ്. പക്ഷേ അപ്പോഴും ഇവിടെ ഓട്ടോണമസ് കോളേജാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പസിനകത്ത് ഇപ്പോഴും ഈ ഇയർ ബാഗ് സിസ്റ്റവുമായി അവർ മുന്നോട്ട് പോകുന്നത്. നമ്മൾ പ്രിൻസിപ്പാളിനോട് ചോദിക്കുമ്പോൾ പ്രിൻസിപ്പാൾ പറയുന്നത് അത് ഓട്ടോണമസ് കോളേജാണ്, നമ്മൾ തീരുമാനിക്കേണ്ടതാണ്, അതിന് അക്കാഡമിക് കൗൺസിലൊക്കെ ചേർന്ന് ഭാവിയിൽ തീരുമാനിക്കേണ്ടതാണ് എന്ന നിലയിൽ നിരുത്തരവാദിത്തപരമായ ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ് പ്രിൻസിപ്പൽ അക്കാര്യത്തിൽ പറഞ്ഞു പോകുന്നത്. 18 ക്രെഡിറ്റ് വേണം എന്നതായിരുന്നു KTUവിൻ്റെ തീരുമാനമെങ്കിൽ ഇവിടെ 22 ക്രെഡിറ്റ് വേണം ഈ വിദ്യാർത്ഥികൾക്ക് പാസ്സായി പോകണമെങ്കിൽ എന്ന നിലയിലേക്ക് മറ്റെവിടെയും കേരളത്തിൽ എവിടെയും മറ്റൊരു ക്യാമ്പസിലും ഇല്ലാത്ത തീരുമാനമാണ് ഇവിടെ എന്നൊക്കെയാണ് ഈ വിദ്യാർത്ഥികൾ നമ്മളോട് പറയുന്നത്. ഏതായാലും ഈ അരുണാചൽ പ്രദേശ് സ്വദേശിയായ ഈ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിപുലമായ ഒരു അന്വേഷണം തന്നെ വേണം എന്നതാണ് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം. ആര്യ, കൃത്യമാണ്, വ്യക്തമാണ് റാംഷാ. ആ കുട്ടികൾ MA കോളേജിൽ നേരിടുന്ന അനീതിയുടെ കൊടിയ അവസ്ഥയെക്കുറിച്ച് അവർ തന്നെ വ്യക്തമാക്കുകയായിരുന്നു. അവർ നേരിടുന്ന ഈ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്മർദ്ദം, മാനേജ്മെന്റിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള നീതിയും പല ഘട്ടങ്ങളിലും ലഭിക്കുന്നില്ല, അങ്ങേയറ്റം ചൂഷണം നേരിടുന്നു എന്നുള്ള വ്യക്തമായ വിവരങ്ങളാണ് ഇപ്പോൾ ആ വിദ്യാർത്ഥികൾ പങ്കുവച്ചത്. എന്തായാലും ഇയർ ബാഗ് എന്നുള്ള ഒരു സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരത്തിൽ അരുണാചൽ പ്രദേശ് സ്വദേശിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി, ബിടെക് 2ാം വർഷ വിദ്യാർത്ഥിയാണ് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. റാംഷ, അതാണ് ഈ ആത്മഹത്യ. ഒരു കുട്ടി അവിടെ ആത്മഹത്യ ചെയ്തിട്ട് പോലും വേണ്ട വിധത്തിൽ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ആ കോളേജ് മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിദ്യാർത്ഥി കഴിഞ്ഞ 1 മാസമായി ക്ലാസ്സിൽ എത്തിയിരുന്നില്ല. ഈ താൻ നേരിടുന്ന സമ്മർദ്ദം വീട്ടുകാരെ പോലും അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് ആ സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത ഘട്ടത്തിൽ ഈ ഈ കോളേജ് മാനേജ്മെന്റ് ഏത് തരത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്? ഈ വിദ്യാർത്ഥിയുടെ വീട്ടുകാരെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അവരോട് എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പോലീസ് കേസിനോട് ഏത് തരത്തിൽ അവർ പ്രതികരിക്കുന്നു? ഏതായാലും ഈ കുട്ടിയുടെ ബന്ധുക്കളെ വിവരം പോലീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ നാളെ വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തും എന്നതാണ് അറിയിച്ചിട്ടുള്ളത് എന്നതാണ് CI അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത്. അവർ വന്നതിന് ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തേണ്ടതുള്ളൂ എന്ന് ആ ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ വൈകുന്നേരം അവരെത്തിയതിനു ശേഷം ഒരുപക്ഷെ മറ്റന്നാൾ മാത്രമേ ഈ മരിച്ച വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് നമുക്ക് CIയോട് ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഈ അധ്യാപകർ ഈ മാതാപിതാക്കളെ ഈ കുട്ടി ഇയർ ബാഗുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1 മാസമായി ക്യാമ്പസിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ എത്തിയിട്ടില്ല എന്ന വിവരമൊന്നും അറിയിച്ചിട്ടില്ല. അവർ ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിലൊരു സംശയം അവർക്ക് ഉടലെടുക്കുകയും അവർ വന്നിട്ട് മതി പോസ്റ്റ്മോർട്ടം എന്ന നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആ നിലയിൽ തന്നെ ബന്ധുക്കൾ ഇവിടെ നാട്ടിൽ എത്തിയതിനു ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും വലിയ ഗുരുതരമായ ചില സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ വിദ്യാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ നേരത്തെ കാണിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു, നമ്മളോട് ആദ്യം പറഞ്ഞത് നമ്മൾ ബ്ലർ ചെയ്യണം, കാണിക്കരുത്, നമ്മുടെ മുഖം കാണിക്കരുത്. അങ്ങനെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്കെതിരെയും ഇത്തരത്തിലുള്ള ചില അച്ചടക്ക നടപടികളും പ്രതികാര നടപടികളും ഒക്കെ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതാണ്. അത്തരത്തിൽ ഭയന്നുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും പ്രതികരിക്കാൻ നമ്മളോട് പോലും പ്രതികരിക്കാൻ തയ്യാറാകുന്നതെന്നാണ്. അതിന് പ്രധാനപ്പെട്ടമായി അവർ പറയുന്നത് അവരെ കോർണർ ചെയ്തുകൊണ്ട് അവർക്കെതിരായ പ്രതികാര നടപടികൾ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അധ്യാപകരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകും. അവരുടെ മാർക്കുമായി ബന്ധപ്പെട്ട് അവരുടെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരത്തിൽ പ്രതികാര നടപടികൾ ഇവിടെ ഉണ്ടാകാറുണ്ട് എന്നതാണ് ഇവർ പറയുന്നത്. അതായത് ഇവർ ഏതെങ്കിലും വിഷയത്തിൽ മാനേജ്മെന്റിനുമായി ചോദ്യം ചെയ്താൽ, അധ്യാപകരുമായി എന്തെങ്കിലും വിഷയത്തിൽ ചോദ്യം ചെയ്താൽ അതിലുള്ള പ്രതികാര നടപടികൾ ഇവരുടെ അക്കാഡമിക് കരിയറിൽ ഇവർ നടത്തുന്നു എന്നതാണ്. അതായത് മാർക്ക് കുറയ്ക്കുന്നു, ഓട്ടോണമസ് കോളേജാണ്, ഇവർ തന്നെയാണ് വാല്യുവേഷൻ നടത്തുന്നത്, ഇവർ തന്നെയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആ നിലയിൽ ഉണ്ടാകുമ്പോൾ ഇവർക്ക് ഇവരുടെ അക്കാഡമിക് കരിയറിനെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോകാൻ, പ്രതികാര നടപടികൾ എടുക്കാൻ ഈ മാനേജ്മെന്റിന് കഴിയും എന്ന ഭയം ഈ വിദ്യാർത്ഥികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇത്രയും ഭീകരമായ നിലയിൽ ഒരു മാനസിക നിലയെ തന്നെ ബാധിക്കുന്ന നിലയിൽ ഒരു അക്കാഡമിക് അന്തരീക്ഷം ഇവിടെ ഉണ്ടായിട്ട് പോലും ആ കാര്യങ്ങൾ വലിയ നിലയിൽ പുറത്തു വരാത്തത് എന്നതാണ് നമുക്ക് ഈ വിദ്യാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. തീർച്ചയായും ഇത്തരം ക്യാമ്പസുകളിൽ കാര്യമായ ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് വേണം. ഇവർ നേരത്തെ പറഞ്ഞത് റോജി എം ജോണിനെ ഉൾപ്പെടെ ഇവർ നേരിട്ട് കണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ഉൾപ്പെടെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ ഇവർ ധരിപ്പിച്ചതാണ്.
പക്ഷേ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ അധികാരികളുടെ ഭാഗത്തു നിന്നോ കാര്യമായ ഒരു ഇടപെടൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ഇവരുടെ ക്രെഡിറ്റ് സ്കീമുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പരാതികളുണ്ട്, ഇവരുടെ ഇയർ ബാഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ട്. അത് വിദ്യാർത്ഥികളുടെ മാനസിക നിലയെ തന്നെ ബാധിക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് KTU ഉൾപ്പെടെ ആ നടപടി നിർത്തിവെച്ചത്. 2024 ഈ ഇയർ ബാഗ് സിസ്റ്റം KTU നടപ്പിലാക്കിയത്. പക്ഷേ പിന്നീട് കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് ഒരു വർഷത്തേക്ക് ഇത് നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ വിദ്യാർത്ഥികളുടെ മാനസിക നിലയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയിൽ KTU യൂണിവേഴ്സിറ്റി തന്നെ അത് നിർത്തലാക്കുമ്പോൾ ഓട്ടോണമസ്